ജ്ഞാനവികാസത്തിന്റെ പൈതൃക വഴി അടയാളപ്പെടുത്തി നിരവധി പണ്ഡിത പ്രഭുക്കളെ സമുദായ സമക്ഷം സമർപ്പിച്ച പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ ആധികാരിക വിദ്യാർത്ഥി സംഘടന നൂറുൽ ഉലമ നിരവധി നേതാക്കൾ നേതൃത്വം വഹിച്ച മഹത്തായ സംഘടനയുടെ 2015-16 അധ്യയനായ പൊതു കാര്യദർശി മുഹമ്മദ് നൌഫൽ ചെറിയാപ്പറമ്പ് ഈ പ്രൗഢഗംഭീരമായ നസീമ ജാമിഅയുടെ പരിസമാപ്തി സമ്മേളനത്തിന് സ്വാഗത ഭാഷണം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകളും നിറഞ്ഞ വന്യരായ ഉസ്താദ് ഷെയ്ഖുന കുഞ്ഞാണി ഉസ്താദ് അവരുകളെ, സ്നേഹവും സമ്പന്നവും ജാമിഅ നൂരിയ അറബി കോളേജിന്റെ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ഹാജി കെ മുഹമ്മദ് ഫൈലി അവരുകളെ, ജാമിഅ നൂരിയ അറബി കോളേജിലെ ഉസ്താദുമാരായ ബഹുമാനപ്പെട്ട ഹംസ ഫൈസി ഐതമി, ബഹുമാനപ്പെട്ട കൂമണ്ണ ഉസ്താദ് അവരുകളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയ പ്രസംഗ പീഠത്തിലെ എന്നും ആവേശമായി മാറിയ ബഹുമാനപ്പെട്ട ഹംസ സാഹിബറുകളെ, അതിവിദൂരമല്ലാത്ത സമയത്ത് തന്നെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേരള നഗര ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ മന്നലാംകുഴി അലി സാഹിബ് ഏതാനും സമയങ്ങൾക്ക് നമ്മുടെ വേദിയിലെത്തുകയായി. അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളും ഈ വേദിയിൽ എത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെല്ലാവരെയും ഈ മഹത്തായ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നത്. നസീമ ജാമിഅ 2016 ടുഡേ സ്ട്രഗിൾ ടുമാറോ സ്ട്രെങ്ത്, ഇന്നിന്റെ പോരാട്ടം നാളെയുടെ ശക്തി എന്ന പ്രമേയത്തെ വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച പതാക ഉയർത്തലോടെ ആരംഭിച്ച നമ്മുടെ മഹത്തായ ഈ ഫെസ്റ്റ് ഇന്നിവിടെ അവസാനം കുറിക്കുകയായി. 6 ഗ്രൂപ്പുകളായി തിരിച്ച് ഇമ്പമാർന്ന പരിപാടികളോടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ കലാശ പോരാട്ടത്തിന്റെ അവസാന നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയായി. ആര് നസീമ ജാമിയയിൽ കത്തുയർത്തുമെന്ന് ഏതാനും നിമിഷങ്ങൾക്കും നമ്മൾ അറിയാൻ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ മഹത്തായ ഈ ധന്യമായ മുഹൂർത്തത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നൂറുൽ ഉലമ വിദ്യാർത്ഥി അസോസിയേഷൻ 50 വർഷമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ജ്ഞാന സമ്പാദനത്തിന്റെ പൈതൃകതയെ അടയാളപ്പെടുത്തിയൊരു മഹത്തായ സംഘടനയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 അതിന് ആരംഭം കുറിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആവശ്യകത വർദ്ധിച്ചിരുന്നു. എന്തുകൊണ്ടും ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു പ്രസ്ഥാനം ആവശ്യമാണെന്ന് ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അക്കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കൊട്ടുമല ഉസ്താദിനെ പോലത്തെ ബഹുമാനപ്പെട്ട ബാഹ്യപീഠങ്ങളും പൂക്കോയത്തങ്ങളും പോലത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവർ ചിന്തിച്ചുകൊണ്ട് നല്ലതുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നൂറുൽ ഉലമ എന്നൊരു വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. SSF എന്ന പ്രസ്ഥാനം പിന്നീട് ആയി മാറിയത് ഈ നൂറുൽ ഉലമയിൽ നിന്നായിരുന്നു. പിന്നീട് SKS എന്ന പ്രസ്ഥാനം ഉടലെടുത്തത് ഇതേ ഒരു മഹത്തായ സംഘടന തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സംഘടനയുടെ അതിന്റെ ലക്ഷ്യവും അതിന്റെ ആവശ്യകതയും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നൂറുൽ ഉലമയിലെ കേരളത്തിന് 50 വയസ്സ് പിന്നിട്ടപ്പോൾ ഈ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഉയർച്ചകളിൽ നൂറുൽ ഉലമ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാൻ ഒരുപാട് ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മത സാമൂഹിക സാംസ്കാരിക രംഗത്തും ലോകത്തിന്റെ വൈവിധ്യമായ ഏത് രംഗത്തും ഉയർന്നു നിൽക്കുന്ന ഫൗളി പണ്ഡിത പ്രതിഭകൾ നൂറുൽ ഉലമ ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത പണ്ഡിതന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ നമ്മുടെ മഹത്തായ പരിപാടി ഒരുപാട് ഇനിയും ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഒരു വിശാലമായ പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നസീമ ജാമിയയോട് അവസാനിക്കുമ്പോൾ
ഒരാഴ്ചയായി നമ്മുടെ വിദ്യാർത്ഥികൾ അക്ഷീണം പ്രയത്നിച്ച് അഹോരാത്രം പരിശ്രമിച്ച് ഒരുപാട് ഓടി നടന്നുകൊണ്ട് ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി സമ്പൂർണ്ണമായി അവർ സഹകരിച്ചു നമുക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മഹത്തായ സമാപനം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആവണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ നമ്മൾ ക്ഷണിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്ന് അറിയിച്ചെങ്കിലും പാണക്കാട് പ്രത്യേക യോഗമുള്ളതിനാൽ ബഹുമാനപ്പെട്ട തങ്ങൾ എത്താൻ സാധിക്കുകയില്ല എന്ന് പിന്നെ അറിയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഇന്ന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ പെട്ടെന്നൊരാവേശത്തിന് വടകര ഭാഗത്തേക്ക് പോയതുകൊണ്ട് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഇൻഷാ അല്ലാഹ് 8:30 സമയമാകുമ്പോഴേക്കും നമ്മുടെ വേദിയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്നലം അലി സാഹിബും വളരെ സന്തോഷത്തോടെ നമ്മൾ ക്ഷണിച്ചപ്പോൾ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹവും ഇൻഷാ അല്ലാഹ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ എന്റെ കർത്തവ്യം ഈ മഹത്തായ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട വന്നിരായ ഉസ്താദുമാർ കുഞ്ഞാണി ഉസ്താദ് ഇവിടെയുണ്ട്. നമ്മളെ ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഇദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദ് ജാമ്യയിലേക്ക് വന്ന് നമ്മളെ സ്നേഹമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നൂറുകളോടുള്ള അതിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ഫിജിയിലാണെങ്കിലും നമ്മളെ കുറിച്ച് മാത്രമാണ് ഉസ്താദിന്റെ ചിന്ത. ഉസ്താദ് നമ്മുടെ നസീമിയ ജാമിയയുടെ സമാപന സമ്മേളനത്തിനുള്ള ഒരു വാട്സ്ആപ്പ് വോയിസ് ക്ലിപ്പ് അയച്ചു. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ നമുക്ക് ഇവിടെ അത് ഔട്ട് ചെയ്യാനാവും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എല്ലാവരെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇനി ഉപഹാര സമർപ്പണമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ ആവിഷ്കരിക്കാനുണ്ട്. പെട്ടെന്നുള്ളൊരു സമയത്തിൽ പെട്ടെന്നായതുകൊണ്ട് ചില വിഷയങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി സൂചിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന കുഞ്ഞാണി ഉസ്താദിനെ ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്നലം അലി സാഹിബാണ്. അദ്ദേഹം എത്തിയാൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ഉപഹാര സമർപ്പണം നടന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ബഹുമാനപ്പെട്ടവരെത്തിയാൽ അതും നടക്കും. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ നമ്മൾക്ക് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഹജി കെ മുഹമ്മദ് ഫൈലി അവர்கள் ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് വേണ്ടി സംസാരിക്കും. അതുപോലെ തന്നെ ജാമിയയിലെ ഉസ്താദുമാരായ ബഹുമാനപ്പെട്ട ഹംസ ഫൈസി, ബഹുമാനപ്പെട്ട ഗോമണ്ണ ശിഹാബ് ഫൈലി എന്നിവരെല്ലാവരെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദിനെ അധ്യക്ഷപീഠത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജ്ഞാനവൈഭവത്തിന്റെയും വിനയ ജീവിതത്തിന്റെയും ഉടമ ആയിരക്കണക്കിന് ജ്ഞാനദാഹികൾക്ക് മത പകർന്ന ബഹുവന്യ ശേഖന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയ ഗുരുവര്യർ ശേഖന കുഞ്ഞാണി ഉസ്താദിന് അധ്യക്ഷ ഭാഷണം നടത്തുന്നതിനു വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട ജാമിയ ഉസ്താദന്മാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فما توفيقي إلا بالله، عليه توكلت وإليه أنيب، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين.
സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികൾ, ജാമിയയുടെ കുട്ടികളുടെ ഫെസ്റ്റിനോട് ബന്ധപ്പെട്ട്, മത്സരത്തോട് ബന്ധപ്പെട്ട്, മാറ്റരസിനോട് ബന്ധപ്പെട്ട് ഒരു മഹത്തായ പരിപാടിയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മുൻകാലങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയിരുന്ന, വെളിച്ചം കാണിച്ചിരുന്ന നമ്മുടെ നേതാക്കൾ, സദാത്തുക്കൾ, മശായിഖന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജകൾ സ്വർഗ്ഗത്തിൽ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരെയും അവരോട് ബന്ധപ്പെട്ടവരെയും നമ്മയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. സാധാരണ നമ്മുടെ കഴിവുകൾ, ഓരോ വ്യക്തിയിലും മറഞ്ഞു കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്നതായ കഴിവുകൾ, അത് പുറത്തെടുക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും വേണ്ടി മുൻഗാമികളായ നമ്മുടെ നേതാക്കൾ, സദാത്തുക്കൾ, പണ്ഡിതന്മാരൊക്കെ നമ്മുടെ ദർസുകളിൽ പഴയകാലം മുതൽക്ക് തന്നെ സമാജങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും കുട്ടികളുടെ വിവിധ കഴിവുകളെ പുറത്തെടുക്കുന്ന സ്വഭാവമുണ്ടായി. ആ പ്രവർത്തനത്തിനോട് പിൻപറ്റി തന്നെയാണ് ബഹുമാനപ്പെട്ട ജാമിയയിലും നിരവധി ജാമിയന്റെ തുടക്കം മുതൽക്ക് തന്നെ ഈ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, ഓരോ വ്യക്തിക്കും പ്രത്യേകമായ കഴിവുകളുണ്ടാവും. ആ കഴിവ് എല്ലാവരിലും ഒരേ നിലക്കാവണം എന്നില്ല, വ്യത്യസ്ത കഴിവുകളായിരിക്കും. ചില ആളുകൾക്ക് പഠനത്തിലായിരിക്കും കഴിവ്, നമുക്കറിയാം. ആ കുട്ടികൾ കേൾക്കുന്ന വിഷയങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നത് പോലെ അവരുടെ മനസ്സിൽ അത് സൂക്ഷിക്കുകയും ആ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഇറങ്ങി മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള വളരെയേറെ ശക്തമായ കഴിവുകൾ ചില കുട്ടികൾ പ്രകടിപ്പിക്കുന്നതായി കാണാം. അത് ഒരു വിഭാഗമാണ്, അത് നമുക്ക് ആവശ്യമാണ്, വളരെ ആവശ്യമാകുന്നതാണത്. നമ്മുടെ പഠനത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങി ഒരു കാര്യം അതിൻ്റെതായ നിലക്ക് മനസ്സിലാക്കുന്ന ചുറ്റുപാട് വളരെ കുറഞ്ഞു പോയിരിക്കും. ഫിഖ്ഹിലാണെങ്കിലും ശരി, ഹദീസിലാണെങ്കിലും ശരി, തഫ്സീറിലാണെങ്കിലും ശരി, മറ്റേതേത് വിഷയങ്ങളിലാണെങ്കിലും ആ വിഷയത്തിൽ അതിൻ്റെതായ പൂർണ്ണമായ നിലക്കുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസ്ഥ വളരെ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. അപ്പൊ പഠനത്തിൽ കഴിവുള്ള വ്യക്തികൾ അവരെ ആ വഴിയിൽ കൂടി വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതേ അവസരത്തിൽ ചില കുട്ടികൾക്ക് പഠനത്തിൽ വലിയ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല, പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതേ അവസരത്തിൽ അവർക്ക് മറ്റുള്ള കലകളിൽ പ്രസംഗിക്കാനോ അതല്ലെങ്കിൽ വാഴ്ന്നു പറയാനൊക്കെയുള്ള വലിയ കഴിവുണ്ടാകും. അത് പോലീസാണ്. പ്രസംഗം വാഴ്ന്നൊക്കെ പറയുന്നത് വലിയ കഴിവൊന്നുമല്ല. പ്രസംഗത്തിനും വാഴ്വിനും ശരിക്ക് ഒരു ഇർഷാദുൽ ഇബാദും കുറച്ച് തർജമയും വായിച്ചാൽ ലോക പ്രാസംഗികനായിട്ട് അയാളുടെ കഴിവ് വളർത്തിയെടുക്കുകയാണെങ്കിൽ അയാൾക്ക് ചെറിയ ചെറിയ കഴിവ് അതിന് എളിമയായ നിലക്ക്, വിജ്ഞാനത്തിന്റെ നിലക്ക് വലിയ കഴിവൊന്നും വേണ്ട. അതിന് കുറെ തർജമകളും ഒരു ഇർഷാദും ഓതി കുറെ നോവലൊക്കെ വായിച്ചാൽ വലിയ വലിയ പ്രാസംഗികന്മാരൊക്കെ ഇന്ന് അവതരിപ്പിക്കുന്നത് കേട്ടാൽ അത് ജനങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർക്കാനൊക്കെ അത് സഹായമാവും. പക്ഷേ ആ കല പ്രസംഗമല്ല നമുക്ക് ആവശ്യം എന്ന് വാഴതാണ്. വാഴവിന്റെ കല നമ്മിൽ നിന്ന് എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലത്തൊക്കെ ചില വാഴവിന്റെ സദസ്സുകളിൽ ചെന്നാൽ അവിടെ നിന്ന് കണ്ണുനീര് ഒലിക്കാതെ പോരുന്ന ഒരവസ്ഥ ഒരു സഹോദര സഹോദരിക്കുണ്ടായിരുന്നു. നമ്മുടെ വാമനപുരം, അതേ നിലക്ക് തന്നെ പാണ്ടിക്കാട് കുഞ്ഞലി മുസ്ലിയാർ,
അവരുടെയൊക്കെ വാഴവിൽ ഒരുപക്ഷെ സ്പീക്കർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്പീക്കർ ഇല്ലെങ്കിലും ശരി, ആ വാഴവിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണുനീർ വാർക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന അവസ്ഥ ഉണ്ടായി. അതൊരു കലയാണ്. അതൊരു സ്വാഭാവികമായ നിലക്കും ആ വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന ആളുകൾക്ക് ചെറിയ കാര്യം കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ പ്രസംഗത്തിനേക്കാളും നമുക്കൊന്ന് ആവശ്യം വഴവാണ്. ജനങ്ങളിൽ കൂടുതൽ എഫക്റ്റ് ചെയ്യാനും ജനങ്ങളിൽ പഠിക്കാനും വഴവിന്റെ ആ പ്രയോഗം അപ്പൊ ജനങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗത്തിനേക്കാൾ അമേരിക്ക, റഷ്യ, യൂറോപ്പൊക്കെ പറഞ്ഞ് സമയം കളയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കുറെ ആളുകൾ വഴവിലേക്ക് തിരിച്ചു. അപ്പൊ ആ വഴി കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ വളരെയേറെ പ്രാപ്തരായിരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ എഴുത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. എഴുത്തൂല പോകുമ്പോൾ വലിയ എഴുത്തുകാരായി ലോകപ്രസിദ്ധി നേടിയ വലിയ എഴുത്തുകാരായിട്ട് നമ്മുടെ ഇടയിൽ വരുന്ന ആളുകളൊക്കെ നമ്മുടെ ഫൈസിമാരും തന്നെ ഉണ്ടല്ലോ. എത്രയോ ഫൈസിമാര്, നിരവധി ആളുകൾ ഖുർആൻ പരിഭാഷ എഴുതിയവരുണ്ട്, നിരവധി ബുക്കുകൾ രചിച്ചവരുണ്ട്. അതേ നിരക്ക് എപ്പോഴും പത്രങ്ങളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന നിരവധി സാഹിത്യകാരന്മാർ. പക്ഷെ എഴുതുമ്പോ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ, അതിന്റെ വേര് മുതൽ തുഞ്ചം വരെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് വ്യക്തമായി അറിയുകയും ചെയ്തതിന്റെ ശേഷമേ എഴുതാവൂ. എഴുത്തിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ വന്നാൽ അത് പിന്നെ തിരുത്താൻ കഴിയും. അപ്പൊ എഴുതുന്ന ആളുകൾ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോ പൂർണ്ണമായി അത് പഠിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും പാട്ടുകള്, വെയ്ത്തുകളൊക്കെ രചിച്ചുകൊണ്ട് കഥാപ്രസംഗത്തിലൂടെ അതല്ലെങ്കിൽ പദ്യങ്ങളിലൂടെ ഗദ്യങ്ങളിലൂടെ ജനങ്ങളിടയിൽ അറിയപ്പെടുന്ന ആളുകളും നമുക്കറിയാം. എത്രയോ ആളുകൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അപ്പോൾ വെയ്ത്തുകളും പാട്ടുകളൊക്കെ രചിക്കുന്ന ആളുകൾ ഒരു സദസ്സിൽ പോയാൽ ആ സദസ്സിൽ നിന്ന് അവിടേക്ക് യോജിക്കുന്ന ആവശ്യമായ പാട്ടുകളും രചനകളും ഉണ്ടാക്കി ആ സദസ്സിൽ അവതരിപ്പിക്കുന്ന ആളുകൾ. നമ്മുടെ KT ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു നമുക്കറിയാം. ഈ കഴിവുകളൊക്കെ അയാളെക്കുറിച്ച് പഠിക്കുമ്പോ മിക്കവാറും ഈ കഴിവുകൾ മുഴുവനും സമ്മേളിച്ച ഒരു വ്യക്തിത്വത്തിന് കൊടുക്കും. അദ്ദേഹം വലിയ എഴുത്തുകാരനാണ്, വലിയ പ്രാസംഗികനാണ്. അതേ നിലക്ക് അദ്ദേഹം പാട്ടിലും രചനയിലും വലിയ കഴിവിട്ട വ്യക്തിയാണ്. ചില സ്ഥലത്തൊക്കെ ചില സമയങ്ങളിലൊക്കെ അപ്പോഴേക്ക് പെട്ടെന്ന് ഒരു സ്വാഗത പ്രസംഗം നടത്തണമെങ്കിൽ, ഒരു സ്വാഗത ഗാനം നടത്തണമെങ്കിൽ ഇരുന്ന് അല്പസമയം കൊണ്ട് ആ സ്വാഗതഗാനം രചിച്ച് കുട്ടികളുടെ കൈവശം കൊടുത്താൽ പെട്ടെന്ന് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ആശ്ചര്യപ്പെട്ടു. ഒരു പ്രാവശ്യം ഒരു റബീഉൽ മൗലിദിന് വേണ്ടി കുട്ടികൾ സ്വാഗതം പറയണം, എന്താണ് ഇതിന് ആവശ്യമായത് എന്ന് അന്വേഷിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പെട്ടെന്ന് ഇരുന്ന് ഒരു സ്വാഗതഗാനം ഉണ്ടാക്കി. നാം കേട്ടാൽ പെട്ടെന്ന് നമുക്ക് ആവശ്യപ്പെടുന്നു. നമ്മുടെ ഇടയിൽ വലിയ സാഹിത്യത്തിലും മറ്റുമൊക്കെ കഴിവുള്ള ആളുകൾ ഉണ്ട്. പള്ളി ദർസിലിന് ഒരേ ദർസിൽ നിന്ന് പഠിച്ച് ഒരേ ഉസ്താദിൽ നിന്ന് പഠിച്ച് പോയൊരു വ്യക്തി അദ്ദേഹത്തിന്റെ കഴിവ് പുതുന്നനെ ഇരുന്നു കൊണ്ട് അഹ്ലം ബികുമു അഹ്ബാബി البدء بالصدر الأفهم في محفلنا المرغوب എന്ന് തുടങ്ങുന്ന ഒരു റബീഉൽ അവ്വലിന്റെ സ്വാഗതഗാനം. ആ സ്വാഗതഗാനം കേൾക്കുമ്പോൾ പെട്ടെന്ന് നാം ആശ്ചര്യപ്പെട്ടു. അല്പസമയം കൊണ്ട് അത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിരവധി പണ്ഡിതന്മാർ. ഒരു സ്ഥലത്ത് ഒരാൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ റിസാലയുടെ സിത്തീൻ എന്ന് പറയുന്ന ഒരു ഭാഗം, ആ സിത്തീൻ നോക്കിയിട്ട് അയാളിങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോ മറ്റൊരാൾ അപ്പുറത്തിരുന്നിട്ട് പറയാ, ലമ്മാ തഫക്കറ ഫി സിത്തീനി അവറാനു അസാബ റഅ്സൻ ലഹു മിൻ ദാക തവറാനു. അവർ ആ സിറ്റിയിൽ നോക്കിയപ്പോൾ അയാൾ തലയിരുന്ന് പോയി എന്നാൾ പറയുന്നത്. പക്ഷേ പിടുന്നനെ ഇയാൾ സിറ്റിയിൽ നോക്കുമ്പോഴേക്കും ആള് പാട്ടുണ്ടാക്കി പുറത്തു വിട്ടു.
ഇങ്ങനെ നിരവധി കഴിവുള്ള ആളുകൾ നമ്മൾ. അപ്പൊ ആ കഴിവൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള വേദികളും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതിനുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, ഓരോരുത്തരുടെയും വിവിധമായിരിക്കുന്ന കഴിവുകൾ പുറത്തെടുക്കാനും അത് പരിപോഷിപ്പിക്കാനും അതിനെ വളർത്തിയെടുക്കുവാനുമുള്ള ദൃഢമായിരിക്കുന്ന നിശ്ചയം നമുക്കുണ്ടാവണം. എപ്പോഴെങ്കിലും ഒരു പരിപാടി നടത്തി അതിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 1ാം നമ്പറായില്ല, അല്ലെങ്കിൽ 2ാം നമ്പറായില്ല എന്നതുകൊണ്ട് നാം പിന്നോട്ട് പോകരുത്. ഏത് വിഷയമാണെങ്കിലും ശരി, ലം തൊഴുത്തൽ ഇൽമ മാലം തൊഴുത്തൽ ഇല്ല. നന്മ മുഴുവനും നീ കൊടുത്താൽ മാത്രമേ നിനക്കൊരു വിഷയത്തിൽ പൂർണ്ണമായി വളരാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഏത് വിഷയത്തിലൂടെ ചിന്തിക്കുക, പ്രസംഗത്തിലാണെങ്കിൽ അതിൽ, എഴുത്തിലാണെങ്കിൽ അതിൽ, പഠനത്തിലാണെങ്കിൽ അതിൽ നാം ദൃഢമായ ശ്രമം നടത്തുകയാണെങ്കിൽ ആ ശ്രമത്തിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും. ഒരു പ്രാവശ്യം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം അതിൽ കൂടി നാം ശ്രമിക്കുകയാണെങ്കിൽ അന്ന് ഫസ്റ്റ് വന്നിരുന്ന ആളുകളെ തള്ളിയിട്ടുകൊണ്ട് നമുക്ക് ാവാൻ കഴിയും. അങ്ങനത്തെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ഭരണശില്പിയായിരുന്ന അംബേദ്കറുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന ആ വ്യക്തി പഠിച്ച് അവസാനം കൂട്ടുകാരൊക്കെ കവച്ചു വെച്ച് അദ്ദേഹത്തിന്റെ ഭരണഘടന എഴുതാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി നാം പുറകോട്ടടിക്കാതെ ആവേശത്തോടുകൂടെ പിന്നെയും ആവേശത്തോടുകൂടെ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം. ആ നിലക്ക് നാം ശ്രമിച്ചാൽ എല്ലാ കാര്യങ്ങളിലും വളരാനും ഉയരാനും നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആവേശത്തിന്റെ അലയൊലി നിറഞ്ഞു നിൽക്കുന്ന നസീം നിസാമിയുടെ ഈ പുണ്യ സദസ്സിൽ മറ്റൊരു ആവേശം കൂടി. വികസന മേഖലയിൽ അതിവേഗം ബഹുദൂരം മുന്നേറി മണ്ഡലത്തിൽ പുതുചരിത്രങ്ങൾ രചിച്ച നഗരവികസന വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മഞ്ഞളാംകുടി അലി സാഹിബ് ഈ പ്രൗഢഗംഭീരമായ നസീം നിസാമിയ ആർട്സ് ഫെസ്റ്റ് 2016 ഉദ്ഘാടനം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിരിക്കുന്ന ആദരണീയനായ ജ്ഞാനിസ്ലാം, അതുപോലെ തന്നെ പ്രിയങ്കരനായ മുഹമ്മദ് ഫൈസി, മറ്റു ഉസ്താദുമാർ, സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഈ ആർട്ട് ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയം നിങ്ങളോടൊത്തുകൂടെ ചെലവഴിക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണിപ്പോൾ. എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നത് ഓർമ്മയുണ്ട്. അതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് വന്ന് കണ്ട് കുറച്ച് സമയം ചെലവഴിക്കുക, അതിനുശേഷം പോകാമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ നിൽക്കുന്നത്. വളരെ വിശദമായിട്ടല്ല, വലിയ കാര്യത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ സമയക്കുറവ് തന്നെയാണ്. ഇനിയും 2-3 മീറ്റിങ്ങുകൾ കൂടി പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ആർട്ട് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിന് പല രീതിയിലും നമുക്കതിനെ അനലൈസ് ചെയ്യാം. അത് നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. നമ്മളെ പാട്ട് പാടുന്നത് ആർട്ടാണ്, അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്ന ആർട്ടാണ്, വളരെ ഭംഗിയായി നല്ല രീതിയിൽ ഖുർആൻ ഓതുന്നത് അത് ആർട്ടാണ്, നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തുന്ന ആർട്ടാണ്, നല്ല രീതിയിൽ നമ്മുടെ വികസന കാര്യങ്ങൾ നടത്തുന്നത് ഒരു ആർട്ടാണ്. അത് വെറുതെ ഞാൻ പറഞ്ഞതാണ്, നല്ലതാണ്. അപ്പൊ നല്ല രീതിയിൽ ഒരു ആശുപത്രിയെ ഉയർത്തി, സാധാരണക്കാരായ ആശുപത്രി ഉയർത്തി വളരെ മനോഹരമായ പ്ലാനിങ്ങോടുകൂടി നല്ല രീതിയിൽ കെട്ടിടമുണ്ടാക്കി അത് വളരെ ഭംഗിയായി ഒരു ഇതുണ്ടാകുമ്പോൾ അതൊരു ആർട്ടാണ്, അതൊരു സംശയമില്ല. ഒരു കലാഹൃദയമുള്ള ആൾക്ക്, അല്ലെങ്കിൽ അതിന്റെ പ്ലാനിംഗ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് അതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ.
പ്ലാനിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്ലാനിങ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭാവിയിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കലാഹൃദയം വേണം. എല്ലാവർക്കും കലാഹൃദയം ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള കലാഹൃദയമുണ്ട്. പക്ഷെ അത് എല്ലാവരും വേണ്ട രീതിയിൽ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനും നമ്മുടെ അങ്ങാടിപ്പുറം ഇന്നലെ നമ്മൾ തുറന്ന ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ്, ROB എന്ന് പറയുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജ്, അതൊരു സാധാരണ ഓവർ ബ്രിഡ്ജല്ല. സാധാരണഗതിയിൽ കുറേ ഉണ്ട്, അവിടെ നേരിട്ടാണ് പോകുന്നു. പക്ഷെ ഇത് ഉയരത്തുനിന്ന് തുടങ്ങി താഴെ, വളരെ താഴെ താഴെയിലാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ ഞങ്ങളത് വളരെ പല പ്രാവശ്യം അതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. എഞ്ചിനീയർമാരെല്ലാവരുടെയും വന്നു. അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്ഥലം കുറച്ച് താഴ്ത്താം, എന്നിട്ട് നമ്മുടെ ഇത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നമുക്ക് കുറച്ച് ഉയരത്തിലാക്കാം. ഞാൻ ഒരു മണ്ണിടൊന്നും വേണ്ട, അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതൊരു ഒരു ഭംഗിയായിട്ടൊരു ഇതായിരിക്കും. അപ്പൊ അവർ കുറെ പണിയെടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു സാരില്ല, രൂപാന്തരം ഒന്നും പെടുത്തണ്ട, ഭൂമി നമ്മൾ തരം മാറ്റൊന്നും വേണ്ട, അവിടെ കുഴിക്കണ്ട, അല്ലെങ്കിൽ വലിയ മണ്ണെടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരണ്ട, അല്ലെങ്കിൽ അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യണ്ട. അപ്പൊ അത് നിങ്ങളൊന്ന് പോയ കുട്ടികൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവാം, മനോഹരമായിട്ടുള്ള ഒരു ഓർബിറ്റാണ്, അതൊരു കലയാണ്. അതുണ്ടാക്കിയതാര എഞ്ചിനീയർമാര് വളരെ മനോഹരമായിട്ടുണ്ടാക്കി. ഇപ്പൊ നമ്മുടെ ആശുപത്രി അതേപോലെ തന്നെ ഇവിടെ 5 മണിക്കാറ്റ് എന്ന് പറഞ്ഞ നമ്മളൊരു പദ്ധതി ഉണ്ടാക്കി. അതൊരു വാസ്തവത്തിലൊരു കലയാണ്. അപ്പൊ ആ പേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഒരു കലാഹൃദയമുള്ള മുഖ്യമന്ത്രിക്ക് മാത്രമേ അതിന് 5 മണിക്കാറ്റെന്ന് പേരിടാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഫ്ലൈ ഓവർ അല്ല, നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ മണ്ണാർക്കാട് റോഡിലേക്ക് ഊട്ടി റോഡിൽ നിന്ന് പോകുന്ന നമ്മുടെ ബൈപ്പാസ്, അത് വളരെ വിശാലമായതാണ്. 2 സൈഡിലും മരം വെച്ച്, ഒരു സൈഡിൽ സൈക്ലിങ്ങിനുള്ള ഒരു പരിപാടി, ഒരു സൈഡിൽ നമ്മുടെ ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു പരിപാടി, രാവിലെ നടക്കാനും വൈകുന്നേരങ്ങൾ നടക്കാനും പ്രായമായ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും അതിനുള്ള ബെഞ്ചോട് കൂടിയിട്ടൊരു പദ്ധതി, അങ്ങനെ വളരെ ഇതായിട്ടുള്ള പ്ലാനിങ് നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ ഓരോരോ കലയാണ്. വെറും പാട്ടും അല്ലെങ്കിൽ പ്രസംഗവും അല്ലെങ്കിൽ മറ്റൊന്നും മാത്രമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കലാഹൃദയം അല്ലെങ്കിൽ നമുക്ക് ഒരു കഴിവ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളത് അത് മനസ്സിലാക്കണം. നമുക്ക് എന്തിനാ കഴിവുള്ളത്? ചിലപ്പോൾ പാടാനായിരിക്കാം, ചിലപ്പോൾ വരയ്ക്കാനായിരിക്കാം, ചിലപ്പോൾ നല്ലപോലെ പ്രസംഗിക്കാനായിരിക്കാം, ചിലപ്പോൾ നല്ല ഭംഗിയിൽ ഡ്രസ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാനിങ്ങിലായിരിക്കാം. അപ്പൊ ഇതിലേതാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ കലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ആ ഒരു രീതിയിലുള്ള, ഇപ്പൊ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ ഉത്സാഹപ്പെട്ട പറഞ്ഞ പോലെ ഞാൻ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ആ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ നമ്മുടെ പ്രിയങ്കരായ ഉസ്താദന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അതേപോലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കഴിയില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളെ അതിലേക്ക് പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ അതുപോലെ നമ്മളെ സഹോദരന്മാർക്കും ഒക്കെ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകും. അതിനു വേണ്ട ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെയും അനുഭവത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സമ്മതിക്കുന്നു. അസ്സലാമു അലൈക്കും. Today's struggle, tomorrow's struggle. നസീം ജാമിയ ആർട്സ് ഫെസ്റ്റ് 2016 സംപ്രേഷണം ആരംഭിക്കുന്നു. നിരവധി വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ജാമിഅ നൂരിയയുടെ ആധികാരിക വിദ്യാർത്ഥി സംഘടന നിരവധി നവോത്ഥാന പ്രവർത്തനങ്ങളും കലാകായിക മണ്ഡലത്തിലെ ഫലനിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച 2015-16 വർഷത്തെ നൂറുൽ ഉലമയ്ക്ക് ദക്ഷിണ കന്നഡ ജില്ല നൽകുന്ന ഉപഹാരം ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി സാഹിബ് നൂറുൽ ഉലമയുടെ കരുത്തനായ അധ്യക്ഷൻ സയ്യിദ് തോഹ തങ്ങൾക്ക് നൽകിക്കൊണ്ട് ഉപഹാരം സമർപ്പിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്
മുഴുവൻ ഗ്രൂപ്പ് ലീഡർമാരും നമ്മുടെ ബിൽഡിംഗിന്റെ ഓഡിറ്റോറിയത്തിന്റെ താഴേക്ക് ചെല്ലണമെന്ന് അറിയിക്കുന്നു. ആവേശഭരിതമായ നസീമെ ജാമിയ ആർട്സ് ഫെസ്റ്റ് 2016 ആവേശം പകരുന്ന പ്രഗത്ഭ വ്യക്തിത്വം, സദാ പ്രകാശം ചൊരിയുന്ന ജാമിഅ നൂരിയയുടെ പ്രകാശകിരണങ്ങൾക്ക് ഊർജ്ജസ്വലത പകർന്ന് സർവ്വതും സമർപ്പിച്ച് ഓടിച്ചാടി നടക്കുന്ന നമ്മുടെ ആവേശമായ ബഹുമാനപ്പെട്ട ജാമിഅ സെക്രട്ടറി ഉസ്താദ് ഹാജി മുഹമ്മദ് ഫൈസി ഉസ്താദിനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. അഭിമന്യരായ കുഞ്ഞാണി ഉസ്താദ് അവരുകളെ, മറ്റു ഉസ്താദുമാർ, ഏറ്റവും പ്രിയ സുഹൃത്ത് ഹംസ സാഹിബ്, ജാമിയയുടെ വിദ്യാർത്ഥികളായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജാമിയയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പതാക ഉയർന്നു കണ്ടപ്പോ 6 പതാക, എനിക്കത് ആദ്യം എന്താന്ന് മനസ്സിലായില്ല. ഇനി എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായി ഇതെന്തൊരു കുഴപ്പത്തിന് വേണ്ടിയാണ്. അപ്പോ നമ്മുടെ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മിഞ്ഞാന്നിവിടെ വന്നപ്പോ എന്നോട് ചോദിച്ചു, എന്താ കുറെ പതാക, അതിനെ കുഴപ്പമുണ്ടാക്കേണ്ട കുട്ടികൾ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മളെ കീഴിലുള്ളതല്ല, അതുപോലെ ഇങ്ങനെ കുറെ കാട്ടുമ്പോൾ ഓൽക്കും വേണ്ടേ. അത് മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ കുട്ടികൾ ഇപ്പൊ നമ്മളെ ജാമ്യയിൽ കയറി സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഓൽക്ക് അവിടുത്തെ ഇങ്ങോട്ട് പകർത്തലൊന്നും ഉണ്ടാവും പറഞ്ഞാ. അപ്പൊ അങ്ങനെ കുറെ വാദിത്വയ്ക്കും വാദിനുകളൊക്കെ പേരിട്ട് നിങ്ങൾ മത്സരിച്ചു. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ വിജയിച്ച ആളുകൾ കൂടുതൽ പോയിന്റ് കിട്ടി, ജഡ്ജിമെന്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ജഡ്ജിമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. അത് പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായിരുന്നാലും നമ്മുടെ ജാമ്യന്റെ ചരിത്രത്തിൽ ആദ്യം സമസ്തന്റെ പതാക അല്ലാത്ത ഒരു 5-6 പതാക പല കളറിലും ഇങ്ങനെ കാണാം. നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് സന്തോഷമായി. ഏതായാലും ബഹുമാനപ്പെട്ട കുഴപ്പമുണ്ടായില്ലല്ലോ. ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചതൊക്കെ ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചതൊക്കെ പ്രാപ്തി നല്ല തന്റേടുള്ള ആളുകള് വളരെ അങ്ങേയറ്റം പരിശ്രമിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ പലതും ചെയ്യാൻ കഴിയും. അത് ജാമ്യയുടെ കുട്ടികൾക്ക്, മക്കൾക്ക് അതിന് സാധിക്കുമെന്നുള്ളത് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ ചിലർക്ക് അറിയുള്ളൂ. ഇവിടെ നിന്നും കൊണ്ടാവുമ്പോൾ കൂട്ടിലിട്ട് തട്ടന്റെ വാരിങ്ങനെ ഒരു കടന്ന് തീയാണ്. ജാമ്യയിലെ മക്കളെ അൽഹംദുലില്ലാഹ് ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നില് കഴിവുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ അടുത്ത ദിവസം ഇവിടെ നമ്മുടെ ഖുത്ബയും മൗലിദും റാത്തീബും എല്ലാം പരിശീലിപ്പിക്കുന്ന ഒരു 3-4 ബാച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറ്റ് മറുഭാഗത്തുള്ള ആളുകള് ഓതിയിട്ട് ഖുത്ബ ഓതിയിട്ട് ദ്വാരങ്ങാടി നമ്മളെ പറ്റിക്കൊണ്ട് അതിലും കൂടി നമ്മൾ ഉഷാറായി വന്നാൽ
ഇമാമത്തിൽ ഓതുന്ന കാര്യത്തില്, ദുആ ചെയ്യുന്ന കാര്യത്തില്, അതുപോലെ തന്നെ ഖബറിനെ ചെന്ന് തൽഖീൻ ഓതുന്ന കാര്യത്തിൽ മുഴുവത്തിലും നമ്മൾ നമ്പർ 1 ആയി വരണം. ഖതീബിന് ഖുതുബയ്ക്ക് ഒരു പ്രത്യേക ശൈലി. അപ്പൊ അതിനുള്ളൊരു സംവിധാനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഒരു 40-42 ആളുകൾ ഉണ്ടായിക്കൊണ്ടുള്ള ബാച്ചുകൾ 3-4 ബാച്ചായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ആ ബാച്ചുള്ള ആളുകൾക്ക് വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങളില് ഒരു ഖുതുബ മാത്രമല്ല, പലതും അതില് നമ്മുടെ ഉസ്താദന്മാർ വന്ന് നിങ്ങൾക്ക് ഒരു പരിശീലന സ്വഭാവം, നിങ്ങൾക്ക് വയ്യാത്തോണ്ടല്ല, ഖുതുബ നോക്കി വായിക്കാൻ എല്ലാവർക്കും അറിയിക്കല്ല, ചില ശൈലികളുണ്ട്. അപ്പൊ അതൊന്ന് നേരാക്കാൻ വേണ്ടി ഇവിടെ ചെയ്യുന്നുണ്ട്. അതില് ആ ഉത്തരവാദിത്ത സമയത്ത് ആ ബാച്ചുകൾ കൃത്യമായി ഇത് പങ്കെടുക്കുകയും അതിന് വിജയിപ്പിക്കുമാണ്. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഇന്നിവിടെ നടന്ന സംഭവത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും കൊടുക്കുന്ന കോലത്തിൽ അവിടെ കാണുന്നത്. അപ്പൊ അതില് പങ്കെടുത്തവർക്കൊക്കെ ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഏതായാലും അതില് മുൻപ് നടുക്ക് നിൽക്കുന്നത് ആർക്കാ കിട്ടുന്നതെന്ന് കാണണം. അവരേക്കാരത് മുൻപ് നിൽക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. നിങ്ങളെ വിജയത്തിന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.